വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 8ാമത്തെ ചാപ്റ്ററിൻ്റെ ഭിന്നസംഖ്യകൾ അല്ലെങ്കിൽ ഫ്രാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 2ാമത്തെ പാർട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ സൗണ്ടിനൊരു ഇച്ചിരി കുഴപ്പമുണ്ടോ നിങ്ങളെ, പനിയാണ്. എന്നാലും നമുക്ക് എക്സാം ആയതുകൊണ്ട് 9 ചാപ്റ്ററാണ് പരീക്ഷയ്ക്ക് അറിഞ്ഞത്. അതുകൊണ്ട് കേട്ടോ, പനിയാണെങ്കിലും വേണ്ടിയില്ല, നിങ്ങൾക്ക് മനസ്സിലാവുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഞാൻ ഒന്നാമത്തെ പാർട്ട് ഒരു ഫസ്റ്റ് ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പം 2ാമത്തെയാണ്. 1ാമത്തെ പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രാക്ഷനകത്തിൽ ഹാഫ് എന്ന് വെച്ചാൽ കേട്ടോ 1/2 ഹാഫ് എന്ന് പറയുന്നതെന്നും ഇതെല്ലാം ഞാൻ കഴിഞ്ഞ ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കയറി കാണണേ നിങ്ങളെ. 2/3 എന്ന് വെച്ചാൽ വരയ്ക്ക് മുകളിൽ തരുന്നതിനെ ന്യൂമറേറ്റർ എന്നും വരയ്ക്ക് താഴെ തരുന്നതിനെ ഡിനോമിനേറ്റർ എന്നും നിങ്ങൾ ആ ലിങ്ക് കയറി കാണണേ നിങ്ങളെ. ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല. 3 കേക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ 3/4 എന്നാണ് ആ ക്ലൂ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. 3 കേക്ക് എത്ര എണ്ണമാണോ അത് മേളിലും കൊടുക്കണം, എത്ര പേർക്കാണോ എന്നുള്ളത് വരയ്ക്ക് താഴെയും കൊടുക്കണം. ഇവിടെ നോക്കിയാൽ 3 മീറ്റർ എന്ന് വെച്ചാൽ 3 മീറ്റർ റിബണ് 4 പേർക്ക് കൊടുക്കാൻ. അപ്പോൾ എത്രയാണോ തരുന്നത് അത് മുകളിലും കൊടുക്കുക, എത്രയായിട്ടാണോ മൊത്തം എത്രയാണോ അത് കൊടുക്കുക, എത്രയായിട്ടാണോ എന്നുള്ളത് ബൈ ഇട്ടിട്ട് എന്ന് വെച്ചാൽ വരയ്ക്ക് താഴെയും കൊടുക്കുക. 3 ലിറ്റർ പാല് എത്ര പേർക്കാണോ കൊടുക്കേണ്ടത് അത് താഴെയും കൊടുക്കുക. ആ ഒരു ക്ലൂ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. എത്ര എണ്ണമുണ്ടോ അതിനെ എത്ര പേർക്കാണോ കൊടുക്കുന്നത് അത് വെച്ച് ഡിവൈഡ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. അതിൻ്റെ 3ൻ്റെ ആൻസർ 3/4 ആണ്. പിന്നെ 2 മീറ്റർ, അതും ഈ പറയുന്ന പോലെ 2 മീറ്റർ ലോങ് ഉള്ള റോപ്പ് അല്ലേ, 2 മീറ്റർ നീളമുള്ള ഒരു കയറ് എത്രയായിട്ട് 5 ഈക്വൽ പാർട്സ്, അപ്പോൾ 2/5 ആണ് കേട്ടോ. എത്ര മീറ്റർ കേട്ടോ നിങ്ങൾ ആ ക്ലൂ അങ്ങ് ഓർത്ത് പഠിച്ചേക്കണേ. ഇനി 4 കിലോ പഞ്ചസാര 5 പാക്കറ്റിൽ, അപ്പോൾ 4/5 അല്ലേ, എല്ലാം എളുപ്പമല്ലേ, 4/5 കേട്ടോ. എന്നാലും നമ്മളതെല്ലാം പറഞ്ഞാൽ ഇനി പുതിയ ഭിന്നങ്ങൾ ന്യൂ ഫ്രാക്ഷൻ എന്ന് പറയുന്നതിലും ഇതുപോലെ 3 കേക്ക് 2 പേർക്ക് ഒരുപോലെ കൊടുത്താൽ നമുക്ക് എത്ര വെച്ച് കിട്ടും? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചേ. 3 കേക്ക് 2 പേർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്താ, 1.5 1.5 അല്ലേ, 1/2 1/2 വെച്ച് കൊടുക്കണം. 9 ലിറ്റർ പാല് 4 പേർക്ക് എങ്ങനെ കൊടുക്കും? അത് ഞാൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് മിക്സഡ് ഫ്രാക്ഷൻ അല്ലേ, അതിനെ ഇങ്ങനെ ഇനി പറയാൻ അറിയത്തില്ലെങ്കിൽ ഏത് മലയാളമോ ഇംഗ്ലീഷോ ഒക്കെ പറയാൻ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഡിവൈഡ് ചെയ്യാൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. അതായത് കോഷ്യൻ്റ്, അതായത് ഹരണഫലം മുകളിൽ വരുന്നത് വേണം ലെഫ്റ്റിൽ എഴുതാൻ. ലെഫ്റ്റിൽ നിന്നുകൊണ്ട് ഇവിടെ ഈ കിടക്കുന്നില്ലേ ഹാരകം എന്നൊക്കെ മലയാളത്തിൽ, അതൊക്കെ പോട്ടെ. ഈ ഡിവൈസർ അല്ലേ, ഇത് താഴെ കൊടുക്കുക. കോഷ്യൻ്റ് റിമൈൻഡർ എപ്പോഴും മുകളിൽ എഴുതുക കേട്ടോ. അതൊക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞതാണ് കുഞ്ഞുങ്ങളെ. ആദ്യമായിട്ട് അഥവാ കയറി കാണാത്തോ ലിങ്ക് കിട്ടാത്തവർക്കോ വേണ്ടിയൊക്കെയാണ് ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞതാണ്. പിന്നെ 8 മീറ്റർ നീളമുള്ളതിനെ 5 ഈക്വൽ പാർട്സ് ആക്കുക. അപ്പോഴേ അറിയാം 8/5 ആണ് അല്ലേ. അതിനെ എന്താ, മുകളിൽ വലുതും താഴെ ചെറുതും വന്നാൽ അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്നാണ് പറയുന്നത്. എന്താ നിങ്ങളെ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് എന്താ, മുകളിൽ വലുതാണ് അതിനെ അകത്തിട്ടിട്ട് താഴെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വരയ്ക്ക് താഴെ കിടക്കുന്നതിനെ ഡിവൈഡ് ചെയ്യുമ്പം കണ്ടോ 3/5 മിക്സർ ഫ്രാക്ഷനിൽ കിട്ടും. അത് എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് കിട്ടുന്നതെന്ന് എഴുതുന്നതാണ് ഈ തെറ്റുന്നത്. അതാണ് ഞാൻ ഈ എടുത്തെടുത്ത് പറയുന്നത്. 15 ലിറ്റർ മണ്ണെണ്ണ 4 പേർക്ക് കൊടുക്കുക. 15 ഡിവൈഡ് 4, 15നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നിങ്ങൾക്ക് ടേബിൾ നല്ലപോലെ അറിഞ്ഞെങ്കിലേ ഈ ചാപ്റ്റർ എന്നല്ല മാത്സിന് മാർക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ. രക്ഷകർത്താക്കൾ പിള്ളേർക്ക് മാർക്ക് കുറവാണെങ്കിൽ വിചാരിച്ചോ അവർക്ക് ടേബിൾ നല്ലതുപോലെ അറിയാത്തത് കൊണ്ടാണ്. രക്ഷകർത്താക്കൾ എങ്ങനെയെങ്കിലും കുഞ്ഞുങ്ങളെ ഒരു മിനിമം ഒരു 7 വരെയെങ്കിലും ഉള്ള ടേബിൾ, കാരണം 5ാം ക്ലാസ് അല്ലേ, 10 വരെയാണ് പഠിക്കേണ്ടത്. ഒന്നും അറിയാൻ വയ്യാത്തവർക്കാണെങ്കിൽ ഒരു 6-7 വരെയെങ്കിലും പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ 15 ലിറ്റർ മണ്ണെണ്ണയെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് പഠിച്ചത്. പിന്നെ 25 കിലോ ഓഫ് ഷുഗർ ഡിവൈഡ് ചെയ്യുക ഈക്വലി എമംഗ് 8 ആണ്. 25 കിലോ പഞ്ചസാരയെ 8 പേർക്ക് തുല്യമായിട്ട് വീതിക്കണം. അപ്പോൾ എന്താ, 25നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് എത്ര കിട്ടി? 3/1/8 എന്ന് കിട്ടും. എന്താ നിങ്ങളെ, 3/1/8 കേട്ടോ. ഇനി അത് എന്താ, അതിനെ 2 രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. 3/1/8 ആണ്. ഇത് ഞാൻ കുറേ എക്സർസൈസ് ഇന്നലെ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യുന്നതിനെ എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നു. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഫസ്റ്റ് ലിങ്കിൽ ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് പുതിയ, അതായത് നമ്മൾ ഈ ഇംഗ്ലീഷുകാരായാലും മലയാളം ആയാലും വേണ്ട പേജ് കണ്ടോ, ഇതെല്ലാം ഇനി നമ്മൾ ഫ്രാക്ഷൻ ആൻഡ് ഡിവിഷൻ എന്ന് പറയുന്ന പാഠാവും നിങ്ങളെ. അതായത് ഭിന്നവും ഹരണവും. അതാവും നിങ്ങളെ ഭിന്നവും ഹരണവും എന്ന് പറയുന്ന നോക്കിയേ ആ നമുക്കൊന്ന് ഞാൻ വായിച്ചു തരാം. 6 ലിറ്റർ പാല് 3 പേർക്ക് ഒരുപോലെ വീതിച്ചാൽ, എന്താവും നിങ്ങളെ, 6 ലിറ്റർ പാല് അത് ചെയ്തിട്ടിട്ടുണ്ട്. എന്നാലും മനസ്സിലാവാത്തവർക്കാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, നോക്കണേ. 6 ലിറ്റർ ഇംഗ്ലീഷുകാരാണെങ്കിൽ എല്ലാം എഴുതിയാലും മതി കേട്ടോ. 6 ലിറ്റർ പാല് 3 പേർക്ക് കൊടുക്കുക. ഞാൻ നോക്കി ഇത് ഓരോ ലിറ്ററാണെന്ന് ചോദിച്ചാൽ 1 2 3 4 5 6 6 ലിറ്റർ പാല് നമുക്ക് 3 പേർക്ക് കൊടുക്കണം. 2 ഒരാൾക്ക് നോക്കിക്കേ, 1
2 3. പക്ഷേ ഇത് നമ്മളിങ്ങനെ ചെയ്തപ്പോൾ എളുപ്പമാണ്. എങ്ങനെയാണ് നിങ്ങളെ 6നെ 3 വെച്ച് എന്ത് ചെയ്താൽ മതി? 6 ലിറ്റർ പാല് 3 പേർക്കല്ലേ കൊടുക്കണം. 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം 3ൻ്റെ ടേബിൾ അറിയണം. എത്ര നിങ്ങളെ? 2 × 3 ആണ്. 2 3 6. അപ്പം നമ്മുടെ 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടിയെന്ന് അതിൻ്റെ അർത്ഥം. 0 ലാസ്റ്റ് വന്നാൽ, അതുപോലെ നിങ്ങൾ ഇവിടെ 2 എണ്ണം വന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യണമെന്നും ഡൗട്ടുള്ളവരുണ്ട് കേട്ടോ എപ്പോഴും. അപ്പം 2 3 6 ആണ്. അപ്പം നമ്മുടെ ആൻസർ എത്ര നിങ്ങളെ? 2 ആണ് കേട്ടോ. അപ്പം മനസ്സിലാവുന്നുണ്ടോ? അതായത് 6 ലിറ്റർ പാല് 3 പേർക്ക് ഒരുപോലെ വീതിക്കുമ്പം ഒരാൾക്ക് 2 ലിറ്റർ പാല് വീതം കിട്ടുമെന്ന കേട്ടോ. അങ്ങനെയാണെങ്കിൽ 6 കേക്ക് 2 പേർക്ക് ഒരുപോലെ വീതിച്ചാലും എന്തായിരിക്കും കിട്ടുന്നത്? എന്താ നിങ്ങളെ? 6 കേക്ക് എന്ത് ചെയ്യണം? 2 പേർക്ക് കൊടുക്കണം. അപ്പം നമ്മൾ എന്താണ്? 6നെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പം ഈ വെളിയിൽ എന്താണോ നമ്മൾ എഴുതുന്നത് അതിൻ്റെ ടേബിളാണേ ചെല്ലുന്നത്. 2ൻ്റെ ടേബിൾ ചെല്ലുമ്പോൾ 6 വരുന്നുണ്ടോ? 1 2 2 2 2 4 3 2 3 2 6 6 6 പോയാൽ 0. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി എന്താ? 3. ഇതാണ് നമ്മുടെ ടെസ്റ്റിൽ ഓൾറെഡി ചെയ്തിട്ടേക്കുന്ന കണക്കാണ്. ഇത് ഇത്രയും സംശയമൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് അതിൻ്റെ ഏറ്റവും താഴെ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ നിങ്ങളെ? കണ്ടോ? 7 ലിറ്റർ പാല് 2 പേർക്ക് ഒരുപോലെ വീതിച്ചു കൊടുത്താൽ ഓരോരുത്തർക്കും എത്ര ലിറ്റർ പാല് കിട്ടും? എന്താ നിങ്ങളെ? ഈ 7 ലിറ്റർ ഓഫ് മിൽക്ക് ഈസ് ഡിവൈഡഡ് ഈക്വലി എമംഗ് 2 കിഡ്സ്, ഹൗ മച്ച് വുഡ് ഈച്ച് ഗെറ്റ് ഇൻ ലിറ്റർ? ചോദ്യം നിങ്ങൾക്ക് എന്താ ഇംഗ്ലീഷും മലയാളവും ഒക്കെ ഉണ്ടല്ലോ നിങ്ങളെ? കണ്ടോ? അതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്. തൊണ്ടയിട്ടും വയ്യാവും നിങ്ങളെ കേട്ടോ. സോറി കേട്ടോ. നമുക്ക് ചാപ്റ്റർ തീരേണ്ടതുകൊണ്ടാണ് ഞാൻ ഇന്ന് എടുക്കുന്നില്ലെന്ന് വിചാരിച്ച. പക്ഷേ നമുക്ക് പാഠം തീരണ്ടേ, എല്ലാത്തിൻ്റെയും നോട്ട് നിങ്ങൾക്ക് വേണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. നോക്കൂ നിങ്ങളെ, ഇവിടെ 7 ലിറ്റർ ഓഫ് മിൽക്ക് ഇപ്പം ഞാൻ വായിച്ചു ഇല്ലേ? 7 ലിറ്റർ പാല് 2 പേർക്ക് കൊടുക്കുക. നോക്കണേ, 7 ലിറ്റർ പാലാണ്. എന്താ നിങ്ങളെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? 7 ലിറ്റർ പാല് എത്ര പേർക്കാ? 2 പേർക്ക്. അപ്പം 2 കൊണ്ട് നോക്കണേ നിങ്ങളെ ഡിവൈഡ് ചെയ്യുക. ഇനിയെങ്കിലും അറിയാത്തവർ 2ൻ്റെ ടേബിളാണ് ചെല്ലേണ്ടത്. എന്താ? എത്രയാണോ 2ൻ്റെ ടേബിൾ ചെല്ലുമ്പോൾ 7 വരുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പം നമ്മൾ ഈ 7നേക്കാൾ തൊട്ട് താഴെ ഏത് സംഖ്യ വരുന്നുണ്ടോയെന്ന് നോക്കുക. എത്ര? 1 2 2 2 2 4 3 2 6 4 2 8. 8 ഇവിടെ വരുമോ? ഇല്ല. 4 2 8 ഇവിടെ വരത്തില്ല. അപ്പം എത്രയായിരിക്കും? 3 2 6. ഇനി 2 എണ്ണം വന്നു കഴിഞ്ഞാൽ ഇവിടെ സംശയം തോന്നല്ലേ? 2 എണ്ണം എപ്പോൾ വന്നാലും കുറയ്ക്കുക എന്നാണ്. 7 6 പോയാൽ 1. അപ്പം നമുക്ക് എത്ര കിട്ടും? 3. ഇനി ഇത് എഴുതുന്നത് എല്ലാവർക്കും ഡൗട്ടാവും നിങ്ങളെ. ഇതിനെ നമ്മൾ കോഷ്യൻ്റ് അല്ലെങ്കിൽ ഹരണഫലത്തിനെ ഫസ്റ്റിൽ എഴുതി വെക്കുക. ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നല്ലേ, കാരണവരാണ് അയാളാണ് ഈ കണക്കിൻ്റെ കാരണവർ. അയാളെ ഫസ്റ്റിൽ എഴുതുക. 3. മനസ്സിലായോ? കോഷ്യൻ്റ്. ഇനി ഈ ലെഫ്റ്റ് സൈഡിൽ ആരാണോ വരുന്നത് അയാൾ എപ്പോഴും എന്താണ്? അതാണ്ട് 2. ഇനി റിമൈൻഡർ എത്ര ആണോ വന്നത് അത് മേലെ കൊടുക്കുക. 3.5 ഇതിൻ്റെ ആൻസർ. സംശയമുണ്ടോ? ഈ 7 ഡിവൈഡ് 2 വെച്ചാൽ 3 1/2. അതായത് കോഷ്യൻ്റ് എന്ന് വെച്ചാൽ 3 വരും, റിമൈൻഡർ അല്ലെ മിച്ചം എന്ന് പറയുന്നത് 1 വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്താൻ നിങ്ങൾ 3.5 സംശയം വല്ലതും ഉണ്ടോ? 3 എന്ന് പറയുന്നത് എന്താ? അതായത് ഈ കോഷ്യൻ്റ് എന്താണോ വരുന്നത് അതാണ് ഇവിടെ എഴുതേണ്ടത്. ഇത് എപ്പോഴും ഡൗട്ട് വരും, ഇത് എവിടെയൊക്കെ എഴുതണമെന്ന്. ഏറ്റവും മുകളിൽ തരുന്നതിനെ കോഷ്യൻ്റ് അല്ലെ ഹരണഫലത്തിനെയാണ് ഫസ്റ്റിൽ. അതെപ്പോഴും നിങ്ങൾ ഓർത്തോണം. വേറെ എന്ത് തെറ്റിയാലും ഇത് തെറ്റരുത്, കോഷ്യൻ്റ് തെറ്റരുത്, ഹരണഫലം. ഇനിയും ലെഫ്റ്റിൽ നമ്മൾ ഏതിൻ്റെ ടേബിളാണോ ചെയ്തത് അത് താഴെ എഴുതണം. ഏതിൻ്റെ ടേബിളാണോ നമ്മളിവിടെ ചെയ്തത് അത് താഴെ എഴുതുക. റിമൈൻഡർ പറയും എന്ന് ഞാൻ താഴെ കിടക്കും അല്ലേ? എന്ന് നോക്കി എല്ലാവരെക്കാട്ടിലും താഴെ ഞാനാണ്. അപ്പോൾ എന്താ? ഈ പ്രാവശ്യം ഏറ്റവും മുകളിൽ എന്നെ കൊണ്ടുവയ്ക്കണം. അപ്പം ആ ക്ലൂ ഒക്കെ ഓർത്ത് വെച്ച് എഴുതിയാൽ നിങ്ങൾ കേട്ടോ. അടുത്ത നോക്കി മേക്കാം. അപ്പം ടെസ്റ്റിലെ 100ാമത്തെ പേജിലെ ചോദ്യം നോക്കണേ. 100ാമത്തെ പേജിലും അതുപോലെ നോക്കുക നിങ്ങളെ കുറേ ക്വസ്റ്റ്യൻ ആൻസർ കൊടുത്തിട്ടുണ്ട്. 7 പേന 2 പേർക്ക് ഒരുപോലെ വീതിച്ചു കൊടുത്താൽ ഓരോരുത്തർക്കും എത്ര കിട്ടും? 7 പേന അതാണിപ്പം നമുക്ക് കിട്ടിയ 3.5 കേട്ടോ. അതത്ര ഓക്കെ. ഇനി നമുക്ക് 1ാമത്തെ എക്സർസൈസ് നോക്കിക്കേ. 15 മീറ്റർ തുണി ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. 15 മീറ്റർ തുണി 4 പേർക്ക് ഒരുപോലെ വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര മീറ്റർ തുണി കിട്ടും? 15 മീറ്റർ തുണി 4 പേർക്ക് ഒരുപോലെ വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര
എത്ര മീറ്റർ തുണി കിട്ടും? ഈ 15 മീറ്റർ ഓഫ് ക്ലോത്ത് ഈസ് ഡിവൈഡഡ് ഈക്വലി എമംഗ് 4 പേഴ്സൺസ്. ഹൗ മെനി മീറ്റർ ഓഫ് ക്ലോത്ത് വുഡ് ഈച്ച് വൺ ഗെറ്റ്? 15നെ 4 കൊണ്ട് ഹരിക്കണമെന്നാണ് പറയുന്നത്. എന്താ നിങ്ങളെ, നമുക്ക് തന്ന 15 മീറ്ററാണ് നമ്മുടെ തുണി. എത്ര? 15 മീറ്ററാണ് നമ്മുടെ ക്ലോത്ത്. അത് എത്ര പേർക്കാണ് കൊടുക്കേണ്ടത്? 4 പേർക്ക്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എന്താണെന്നറിയോ, വേണേൽ 15 എഴുതിയിട്ട് ആദ്യമേ ഓരോരുത്തർക്ക് കൊടുക്കുക, പിന്നെ രണ്ടാമത് കൊടുക്കുക. നിങ്ങൾക്കത് ഇത് 5ാം ക്ലാസ്സിൽ അല്ലേ കുഞ്ഞുങ്ങൾ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. 15 ഉണ്ട് മൊത്തം അല്ലേ. അതിനെ ആദ്യമേ 4 പേർക്ക് ഓരോന്ന് കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നില്ലേ? 15 അല്ലേ. അപ്പം 4 പേർക്കാണ്. ഞാനിവിടെ ചുമ്മാ അതൊന്ന് കാണിക്കാം, വെറുതെ പഠിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ടായില്ലേ, നിങ്ങൾക്ക് മനസ്സിലാവണ്ടായോ? ഇങ്ങനെയൊക്കെ 4 പേര് കേട്ടോ. ചിരിക്കുമായിരിക്കും, ഇപ്പോൾ എല്ലാവരും കണ്ടിരുന്നില്ലേ? നോക്കൂ കുഞ്ഞുങ്ങളെ, 15 നമ്മുടെ ഇത്. ഞാൻ ആദ്യമേ ഒരാൾക്ക് 1 കൊടുത്തു, 1 കൊടുത്തു, 1 കൊടുത്തു, 1 കൊടുത്തു. അപ്പം മൊത്തം 4 എണ്ണമായി. അടുത്ത 1 കൊടുത്തു, 1 കൊടുത്തു, 1 കൊടുത്തു, 1 കൊടുത്തു. അപ്പോൾ എത്ര? 8 എണ്ണമായി അല്ലേ? 8 എണ്ണമായി. ഇനി 1 കൊടുത്തു, 1 കൊടുത്തു, 1 കൊടുത്തു, 1 കൊടുത്തു. അപ്പോൾ എത്രയായി? 12 എണ്ണമായി. വേണേ എണ്ണി നോക്കും. 1 2 3 4 5 6 7 8 9 10 11 12. ഇനി എത്ര ഉണ്ട്? 13 14 15. മൊത്തം 15 ഉള്ളൂ. അപ്പോൾ ഒരാൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അല്ലേ. അപ്പോൾ അത് അത്ര അവിടെ നിൽക്കട്ടെ. ഇവർക്ക് തുല്യമായിട്ട് 3 വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റി. ബാക്കി ഒരു 3 എണ്ണം നമുക്ക് എന്താ മിച്ചം വരുന്നുണ്ട്, റിമൈൻഡർ വരുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഇത്രയും കിടന്ന് വാരി വലിച്ച് ഇങ്ങനെയൊന്നും ചെയ്യണ്ട. ഇനി കുറഞ്ഞു പോയി എന്തോ ചെയ്താൽ മതി? 15നെ എന്ത് ചെയ്താൽ മതി? മൊത്തം 15 എണ്ണമാണ്. അതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ. 4ൻ്റെ ടേബിൾ ചെല്ലുക. എത്ര? 3 4 12 ബാലൻസ് എത്ര വന്നു? 3 വന്നു. അപ്പം നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും? മേളിൽ വരുന്ന കാരണവരെ ഫസ്റ്റിൽ എഴുതുക അല്ലേ. ഏതിൻ്റെ ടേബിളാണോ ചെല്ലുന്നത് അത് താഴെ എഴുതുക. റിമൈൻഡർ എപ്പോഴും പറയും എന്നെ മേളിൽ എഴുതണേ കേട്ടോ. മീറ്റർ സംഭവം പിടികിട്ടിയോ? നിങ്ങൾ എളുപ്പമല്ലേ? നിങ്ങളെ ഈ രീതിയാണ് ഇത് കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പരീക്ഷാകാളിൽ ചെന്നിരുന്നാൽ ഇതെന്താ മൊത്തത്തിൽ കൺഫ്യൂഷനായിപ്പോവും. അപ്പോൾ നമുക്ക് ഈ രീതി ചെയ്താൽ മതി. ഇതൊക്കെ 1 മാർക്കിന് അല്ലെ 2 മാർക്കിൻ്റെയൊക്കെ ചോദ്യം കേട്ടോ. ഒന്നും നിസ്സാരമാക്കല്ലേ നിങ്ങളെ. 3/4 ആണ് അതിൻ്റെ ആൻസർ. അടുത്ത ഇത് ടെസ്റ്റിലെ എക്സർസൈസ് ക്വസ്റ്റ്യൻ കേട്ടോ. അടുത്ത നോക്കിക്കേ. If 250 rupees in equally shared by 8 person, how much money would each one get? Write this in rupees and paisa. 250 രൂപ 8 പേർക്ക് ഒരുപോലെ വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര രൂപ കിട്ടും? ഇത് രൂപയും പൈസയുമായി എഴുതുക. എത്ര നിങ്ങളെ ചോദ്യം? 280 രൂപ അല്ലേ. നിങ്ങളുടെ കയ്യിലോട്ട് 250 രൂപ വന്നിട്ട് നിങ്ങളുടെ കൂട്ടുകാരും കൂടെ 8 പേരുണ്ട്, ഷെയർ ചെയ്ത് ഒരുപോലെ എടുക്കണേ എന്നും പറയുന്നുണ്ട്. എന്തോ ചെയ്യും? പെട്ട് അല്ലയോ? 250നെ എന്ത് ചെയ്യണം? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ. 8ൻ്റെ ടേബിൾ അറിയാവോ? എവിടെ അറിയാവോ നിങ്ങളെ? സത്യം പറ. ചിരിക്കുമായിരിക്കും. അറിയത്തില്ലെന്നായിരിക്കും. അറിയത്തില്ലെങ്കിൽ തന്നെ ഇനി അഥവാ ആ ടേബിൾ അറിയത്തില്ലെങ്കിൽ തന്നെയും പെട്ടെന്ന് നമ്മളോട് ചോദിച്ചാൽ 8 ആണല്ലേ. അപ്പോൾ 8ൻ്റെ ടേബിൾ സൈഡിലോട്ട് പെട്ടെന്ന് മാറ്റി വിരലയിൽ എണ്ണിയോ കാലയിൽ എണ്ണിയോ എവിടെയെങ്കിലുമൊക്കെ എണ്ണി കേട്ടോ. ഇവിടെ എഴുതിക്കോണം കേട്ടോ. 2 8 16 എന്താ 1 8 8 16 3 8 കണ്ടോ. ഇങ്ങനെ വിരലെ കൂട്ടിയെങ്കിലും എന്ത് ചെയ്യണം? അത് എഴുതണം. അറിയത്തില്ല എന്നും പറഞ്ഞ് ക്വസ്റ്റ്യനിൽ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കേണ്ട. സൈഡിൽ വിരലെ കൂട്ടിയോ എന്തെങ്കിലുമൊക്കെ കൂട്ടി ഇവിടെ എഴുതണം കേട്ടോ. ടേബിൾ അറിയത്തില്ലെന്നും പറഞ്ഞ് ഇരിക്കരുത്. അതായത് 250 രൂപയെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കൂ നിങ്ങളെ. ഇവിടെ 250നെ 8 കൊണ്ട് 8ൻ്റെ ടേബിൾ ചെല്ലുമ്പം 2 വരുമോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു? 2 സംഖ്യ എടുത്തു, 25 എടുത്തു. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ വേണേൽ മാറ്റി ചെയ്ത് കാണിക്കാം. എന്താ നിങ്ങളെ, നമ്മുടെ ചോദ്യം 250നെ 8 കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഈ 2നേക്കാൾ വലുതാണ് 8. അപ്പം നമ്മൾ എന്ത് ചെയ്തു? 2 സംഖ്യ എടുത്തു, 25. 8 ചെല്ലുമ്പോൾ 25 വരുന്നുണ്ടോ? 3 8 24 വരുന്നുണ്ട് അല്ലേ. അപ്പം 2 എണ്ണം വന്നു കഴിഞ്ഞാൽ കുറയ്ക്കണം. 25 24 പോയാൽ 1 പിന്നെ ഇവിടെ ഒരു 0 കിടപ്പുണ്ട്. അയ്യോ എന്നെ വിളിച്ചുകൊണ്ട് പോയോ, ഞാനിവിടെ ഒറ്റയ്ക്ക് കിടക്കുവാണേ അല്ലേ. അതിനെ എടുത്തു വന്നു 10. ഈ 0നെ എടുത്തോണ്ട് വരണേ, മറക്കല്ലേ. ചിലർ അവിടെ അങ്ങ് വെച്ചേക്കും കേട്ടോ. അപ്പോൾ 10 വന്നു. ഇനി 8ൻ്റെ ടേബിളിൽ 10 വരുമോ? ഒരു വട്ടം വരും അല്ലേ. 1 8 8 ബാലൻസ് ആരാണ്? 2 ആണ്. അത്രയേ ഉള്ളൂ കണ്ടോ. ബാലൻസ് 2 വന്നു. അപ്പോൾ നമ്മൾ ഇനി എങ്ങനെ എഴുതും? ആദ്യമേ ആരെ എടുത്തുകൊണ്ട് വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്? വീട്ടിലെ കാരണവരെ. 31 അവിടുത്തെ കാരണവരെ. നമ്മൾ ഏതിൻ്റെ ടേബിളാണ് ചെല്ലിയത്? 8ൻ്റെ ടേബിളാണ് ചെല്ലിയത്. ഇനി എത്ര റിമൈൻഡർ എത്ര വന്ന്? അല്ലെ ശിഷ്ടം 2 ആണ്. അപ്പോൾ നമുക്ക് 31 2/8 എന്ന് വന്നു.
ഇനി അഥവാ നിങ്ങൾക്കിപ്പോൾ 2/8 ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനെ വെട്ടി വേണേ 2 1ൻ്റെ ടേബിളിൽ വരുന്നുണ്ട്, 8 4ൻ്റെ ടേബിളിൽ വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വെട്ടി ചെയ്യാം. പാക വെട്ടിയെന്ന് തോന്നില്ലയോ? ചേടാ പാടെ. അപ്പോൾ ഇങ്ങനെ നോക്കണേ, ഇത് നമ്മൾ പൈസ രൂപയുടെ കാര്യത്തിൽ എന്ന് വെച്ചാൽ പൈസ അല്ലേ, റുപ്പീസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഈ 1/4 2/8 എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഡൗട്ടായിരിക്കും അല്ലേ നിങ്ങളെ. അപ്പം ഞാൻ നിങ്ങൾക്കൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. എന്താ ഞാൻ പറഞ്ഞേ, ഈ ഏതെങ്കിലും കണക്ക് പൈസയുടെ ഇതുവരെയുള്ളത് നമ്മൾ മീറ്റർ, സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ എന്താ അങ്ങനെയൊക്കെയുള്ള കണക്കായിരുന്നു ഇതുവരെ ചെയ്ത്. ഇപ്പം നോക്കിയാൽ നമുക്ക് റുപ്പീസിൻ്റെ കണക്കായപ്പോഴേ നമ്മൾ 250 എത്ര വെച്ചാണ് ചെയ്തത്? 8 വെച്ചാണ് ചെയ്തത്. എത്ര വന്നു? 3 8 24 നമുക്കറിയാം. 25 24 പോയപ്പോൾ 1 അറിയാം. 0 നമ്മൾ എടുത്തുകൊണ്ട് വന്നു 10 അല്ലേ, 10. ഇനി എത്ര? 1 8 8 ഇനി 2 വന്നു കഴിഞ്ഞാൽ എപ്പോഴും എന്തോ ചെയ്യണം കുഞ്ഞുങ്ങളെ, കുറയ്ക്കണേ. 10 8 പോയാൽ 2. ഇനി ഇവിടെ ഒന്നുമില്ല അല്ലേ, ഉണ്ടോ? അപ്പോൾ എന്തോന്നറിയോ, ദാണ്ട് ഇവിടോട്ടൊരു പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ട്, കാരണം ശിഷ്ടം ഇത് പൈസയുടെ കാര്യത്തിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. മീറ്ററോ സെൻറ്റിമീറ്ററോ കിലോയോ അങ്ങനെയുള്ള ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. അത് റിമൈൻഡർ ശിഷ്ടം എന്ന് പറഞ്ഞാൽ എഴുതിയാൽ മതി. പക്ഷേ ഇവിടെ റുപ്പീസിൻ്റെ കാര്യം ആയതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ്. നോക്കൂ നിങ്ങളെ, ഇവിടെ ഒരു 2 വന്നിട്ടുണ്ട്, നല്ലപോലെ മനസ്സിലാക്കണേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഇവിടെ ഒരു 0, ഇവിടെ ഒരു മേളിലൊരു പോയിൻ്റ് ഇട്ട് കൊടുത്തതുകൊണ്ടേ നമുക്കിവിടെ ഒരു 0 ഇട്ട് കൊടുക്കാം. ഡിവിഷൻ അറിയാമോ ചെയ്യാൻ? മേളിലൊരു പോയിൻ്റ് ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്കിവിടെ ഒരു 0 ചെയ്യാം. ഇനി 8ൻ്റെ ടേബിളിൽ ചെല്ലുക. 8ൻ്റെ ടേബിളിൽ 20 വരുന്നുണ്ടോ? ഉണ്ടോ നിങ്ങളെ? ഇല്ല അല്ലേ. 2 8 16 വരുന്നുണ്ട് അല്ലേ, 16. ഇനി 2 വന്നാൽ കുറച്ചോണം. 20ൽ നിന്ന് 16 പോയാൽ 4. ഇനി നമ്മളൊരു 0, ഇങ്ങനെ 0 വിട്ട് വേണേ നമുക്ക് ചെയ്യാം. അപ്പം 40 8ൻ്റെ ടേബിളിൽ വരുന്നുണ്ടോ? ഉണ്ട്. എത്ര? 5 8 40. 40ൽ നിന്ന് 40 പോയാൽ 0 വന്നു. അപ്പം നമ്മുടെ ആൻസർ കിട്ടി എത്ര? 31 പോയിൻ്റ്, അതായത് 31 രൂപ 25 പൈസ കിട്ടി. ഇപ്പോൾ പിടികിട്ടിയോ? അത് പൈസയുടെ കാര്യമായതുകൊണ്ട് മാത്രമാണ് കുഞ്ഞുങ്ങളെ ഞാനത് പറഞ്ഞത്. ബാക്കിയുള്ളതിനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ നേരത്തെ ചെയ്ത രീതി തന്നെ ഫോളോ ചെയ്താൽ മതി. ഇത് റുപ്പീസ് അല്ലേ, റുപ്പീസിൻ്റെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾ ഈ 1/2 2/8 ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കണ്ടോ, 31.25 രൂപ കേട്ടോ, 31 രൂപ 25 പൈസ, 31 രൂപ 25 പൈസയാണ്. നമുക്ക് ആദ്യമേ കിട്ടിയത് എന്താണ്? 31 2/8 എന്ന് എഴുതിയാലും ശരിയാണ്. പക്ഷേ അതിനൊരു എന്തോ പോലെ അല്ലേ, 2/8 നമ്മൾ സിംപിളസ്റ്റ് ഫോം എന്ന് വെച്ചാൽ വെട്ടി ചെയ്യാം. 2 8 നിങ്ങൾക്കതൊക്കെ റിസ്ക് ആയിരിക്കുമെന്ന് എനിക്ക് അങ്ങ് തോന്നുക കേട്ടോ. ഇതൊക്കെ എനിക്ക് നല്ലപോലെ അറിയാവുന്നവർക്കൊക്കെ കേട്ടോ, നല്ലപോലെ മാത്സ് അറിയാവുന്നവർക്ക് ഇതൊക്കെ എളുപ്പമായിരിക്കാം. 2/8 വന്ന എങ്ങനെ നിങ്ങളെ, 2ഉം 8ഉം ഏതിൻ്റെ ടേബിളിൽ വരുന്നുണ്ട്? 2ൻ്റെ. 1 2 2 4 2 8. അതാണ് ഈ 1 2 2 4 2 8ൻ്റെയാണ് ഈ 1/4 വന്നത്. ഇനി അഥവാ നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ ഈ മെത്തേഡ് നിങ്ങൾക്ക് അത് എളുപ്പം മനസ്സിലായി കാണും. ഞാൻ നോക്കി ഒന്നുകൂടെ പറയാം. 3 8 24. എപ്പോഴും 2 ഡിജിറ്റ് വന്നു കഴിഞ്ഞാൽ കുറയ്ക്കണം. 25ൽ നിന്ന് 24 പോയാൽ 1. ഇവിടെ ഒരു 0 കിടപ്പുണ്ടായിരുന്നു, അതിനെ താപ്പോട്ട് എടുത്തുകൊണ്ട് വന്നു 10. പിന്നെ 1 8 8 2 വന്നപ്പോൾ 10ൽ നിന്ന് 8 പോയാൽ 2 അല്ലേ. പിന്നെന്തോ ചെയ്യണം, നമ്മൾ പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ട് ഒരു 0 കൊടുത്തപ്പോൾ 20 20 എന്ന് പറയുന്നത് 2 8 16. 2 വന്നു കഴിഞ്ഞാൽ കുറയ്ക്കുക. 20ൽ നിന്ന് 16 പോയാൽ 4. പിന്നെ നമ്മളൊരു 0 ഇട്ടു, കാരണം പിന്നെയും പോയിൻ്റ് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ, ഒരു പോയിൻറ്റിൻ്റെ ആവശ്യമുള്ളൂ. ആദ്യം നമ്മളതങ്ങ് ഇട്ട് കൊടുത്തു. പിന്നെ എന്താ 0 ഇട്ട് കൊടുക്കാം. 40. അപ്പോൾ 5 8 40. അപ്പോൾ നമുക്ക് 31.25 ആൻസർ. ഇത് റുപ്പീസിൻ്റെ കാര്യം. ഇത് ആ ക്ലൂ വെച്ച് നിങ്ങളങ്ങ് പഠിച്ചാൽ മതി. റുപ്പീസിൻ്റെ കണക്ക് വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതുപോലെ കേട്ടോ. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ നിങ്ങളെ, ടെസ്റ്റിലെ മൂന്നാമത്തെ 100 മുട്ട അല്ലേ. നോക്കൂ നിങ്ങളെ, 100 മുട്ട അല്ലേ, 12 വീതം എത്ര പെട്ടികളിൽ വയ്ക്കാം? 100 മുട്ടയുണ്ട് 100 മുട്ടയുണ്ട്, അത് 12 വീതം എത്ര പെട്ടികളിൽ നമുക്ക് വെക്കാവുന്ന? ഹൗ മെനി ബോക്സ് ആർ റിക്വയർഡ് ടു പാക്ക് 100 എഗ് വിത്ത് 12 ഇൻ ഈച്ച് ബോക്സ്? അത് ഈ പറയുന്ന പോലെ എന്താണ്, 12 അല്ലേ വന്നിരിക്കുന്നത്. എന്താണോ വന്നിരിക്കുന്നത് നോക്കിയിട്ട് വേണേ 12. അതിന് 12ൻ്റെ ടേബിൾ അറിയാവും. എവിടാ? നമുക്ക് എന്താ വിരളെ കൂട്ടാനേ നമുക്കറിയത്തുള്ളൂ അല്ലേ. എന്നാലും വേണ്ടിയില്ല കേട്ടോ, നിങ്ങളാണ്ട വിരളെ കൂട്ടിയായാലും വേണ്ടിയില്ല. എന്നാണ്ട് ഈ 12ൻ്റെ ടേബിൾ എഴുതി നോക്കുക. അപ്പം നമുക്ക് 100 മുട്ട നോക്കിക്കേ, ഇതിനകത്ത് 100 വല്ലതും വന്നിട്ടുണ്ടോ? 100 മുട്ട എന്തോ ചെയ്യും? ഉണ്ടാവും നിങ്ങളെ? ഇല്ല. ഇവിടെ 8 12 96 വരെ വന്നിട്ടുണ്ട് അല്ലേ, 96. പിന്നെ ഒരു 4 മുട്ടയും കൂടെ എന്തോ ചെയ്യണം വരും അല്ലേ.
ഒരു ബോക്സിൽ എത്ര എണ്ണം വെക്കേണ്ടത്? 100 മുട്ടയാവും നിങ്ങളെ, അത് 12 ബോക്സിലാണ് വെക്കേണ്ടത്. മനസ്സിലായോ? അങ്ങനെ നമ്മൾ 12 എണ്ണം വെച്ച് 8 ബോക്സിൽ നമുക്ക് വെക്കാൻ പറ്റും, 8 പെട്ടികളിൽ നമുക്ക് വെക്കാൻ പറ്റും. ബാലൻസ് ഒരു എത്ര എണ്ണം ഉണ്ട്? ബാലൻസ് ഒരു 4, കാരണം 96 4 വല്ലേ 100, ബാലൻസ് ഒരു 4 എണ്ണം മിച്ചം വരും. മനസ്സിലായോ? എളുപ്പമല്ലേ? അത് എളുപ്പമല്ലേ മുട്ട? ആ 4 എണ്ണം നിങ്ങൾ ഓരോരുത്തരും രാത്രിയിൽ പൊരിച്ച് കഴിച്ചോ കേട്ടോ. 100 മുട്ട 12 എണ്ണം വീതം എങ്ങനെ നിങ്ങളെ 12 ബോക്സിലായിട്ട് മാറ്റുമ്പോൾ എത്ര? 8 പെട്ടികളായിട്ട് നമുക്ക് നിറയ്ക്കാം, ബാക്കി ഒരു 4 എണ്ണം കേട്ടോ. ഇതൊക്കെ എല്ലാം മലയാളത്തിലും ഇംഗ്ലീഷിലും ടേബിൾ വരെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് വന്നതെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ എഴുതി നല്ലതുപോലെ ബുക്കിൽ എഴുതി പഠിക്കണേ. അടുത്ത 4ാമത്തെ ചോദ്യം നോക്കിയേ. 15 ലിറ്റർ ഓഫ് മിൽക്ക് ഈസ് ഡിവൈഡഡ് ഈക്വലി എമംഗ് 4 പേഴ്സൺ. ഹൗ മച്ച് വുഡ് ഈച്ച് ഗെറ്റ് ഇൻ ലിറ്റർ? 15 ലിറ്റർ പാല് 4 പേർക്ക് ഒരുപോലെ വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര ലിറ്റർ പാല് കിട്ടും? 15 ലിറ്റർ ഓഫ് മിൽക്ക് 15 വരെ വരച്ചിട്ട് 4 ആയിട്ട് അങ്ങനെയൊക്കെ ഇനി നിങ്ങൾ ചെയ്യുക. കാരണം നമ്മൾ ഇത്രയും കണക്ക് ചെയ്തപ്പോൾ ഇനി അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? നിങ്ങളെ അതിനെ 15നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. എന്താ നിങ്ങളെ 15നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. 4ൻ്റെ ടേബിൾ ചെല്ലുക. 15 ഉണ്ടോ? നിങ്ങളെ ഇല്ല. 3 4 12 എണ്ണേ ഉള്ളൂ. 12. അപ്പോൾ 2 എണ്ണം വന്നാൽ കുറയ്ക്കണം, ബാലൻസ് 3 കേട്ടോ. ഇവിടെ എന്തുകൊണ്ട് നമ്മൾ പോയിന്റ് ഇട്ട് ചെയ്യാത്തത്? കാരണം നമ്മൾ മുമ്പ് പറഞ്ഞു റുപ്പീസിൻ്റെ കാര്യം വരുമ്പോൾ മാത്രം നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. അല്ലാത്തതിനെ എങ്ങനെയാ ഈ മിക്സർ ഫ്രാക്ഷനിൽ അല്ലേ അങ്ങനെ മിശ്ര ഭിന്നത്തിലോട്ട് അങ്ങ് എഴുതിയാൽ മതി. 15 ലിറ്റർ പാല് 4 പേർക്ക് ഒരുപോലെ വീതിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 ഡിവൈഡഡ് 4 എന്ന് വെച്ചാൽ എഴുതാനറിയണം. നമ്മുടെ ഇവിടുത്തെ ടോപ്പിലിരിക്കുന്ന ആൾ ആരാണ്? ഇവിടുത്തെ കാരണവർ 3 ആണ്. ഏതിൻ്റെയാണോ ടേബിൾ ചെല്ലുന്നത് അത് 4 ആണ്. ബാക്കി റിമൈൻഡർ എത്രയാണോ വന്നത് അത് കണ്ടോ. അപ്പം എന്തോന്നു 3 4ൽ 3, അതായത് 3.25 എന്നാണ് കറക്റ്റ് ഇതിന് പറയുന്നത്. 3.25 ലിറ്റർ വീതം മിൽക്ക്, ലിറ്ററാണ്, ലിറ്റർ മിൽക്ക് നമുക്ക് ഓരോരുത്തർക്കും കിട്ടുമെന്ന്. ഈ 4ൽ 3 അതൊക്കെ ഞാൻ ഫസ്റ്റിൽ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലേ. 1/4 എന്ന് പറഞ്ഞാൽ 1/4 ആണ് കേട്ടോ. പിന്നെ 2/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അരയാണ്. ഫസ്റ്റിൽ ഞാനത് പറഞ്ഞായിരുന്നു. അങ്ങനെയെങ്കിൽ 3/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നിങ്ങളെ? 3/4 ആണ് കേട്ടോ. ക്വാർട്ടർ, ഹാഫ്, ക്വാർട്ടർ പാസ്റ്റ് കേട്ടോ. അപ്പം ഇത് ഓക്കെ ആണല്ലോ. 4ാമത്തെ കണക്ക് 3/4. അങ്ങനെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് കണക്ക്. എമംഗ് ഹൗ മെനി പേഴ്സൺസ് ക്യാൻ 50 ലിറ്റർ ഓഫ് മിൽക്ക് ബി ഷെയ്ഡ് ഇഫ് ഈച്ച് ഈസ് ടു ബി ഗെറ്റ് 4 ലിറ്റർ. 15 ലിറ്റർ പാല് ഒരാൾക്ക് 4 ലിറ്റർ വീതം എത്ര പേർക്ക് കൊടുക്കാം? നോക്കിക്കേ, 15 ലിറ്റർ പാല് മുമ്പത്തെ സെയിം ഇത് തന്നെ അല്ലേ. 15 ലിറ്റർ പാല് എന്താ നിങ്ങളെ എത്ര പേർക്ക്? 4 അല്ലേ. 4 ലിറ്റർ വീതം. 4 ലിറ്റർ വീതമാണ് ചോദ്യം, മനസ്സിലാക്കണേ. 15 ലിറ്റർ പാല് ഒരാൾക്ക് 4 ലിറ്റർ വീതം എത്ര പേർക്ക് കൊടുക്കാം? ഒരാൾക്ക് 4 ലിറ്റർ കൊടുക്കണം അല്ലേ. അപ്പം 15 ലിറ്റർ ആകുമ്പോൾ 3 പേർക്ക് കറക്റ്റായിട്ട് കൊടുക്കുമ്പോൾ 12 ആയി. ബാക്കി എന്താ വരും? ബാക്കി ഒരു 3 ലിറ്റർ അധികം വരുന്നുണ്ടല്ലേ. അത് നമ്മൾ മുമ്പ് മുട്ട കഴിച്ചല്ലോ ബാക്കി വന്നേ. അപ്പോൾ പാലൂടെ കുടിക്കാം കേട്ടോ. 3 ബാക്കി വന്ന 3 കേട്ടോ. 15നെ 4 കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം 3ഉം, ഹരണഫലം എത്ര നിങ്ങളെ? 3ഉം, മിച്ചം 3ഉം അല്ലേ. അതിനാൽ ഒരാൾക്ക് 4 ലിറ്റർ വീതം 3 പേർക്ക് 4 ലിറ്റർ വീതം എത്ര? 3 പേർക്കും കിട്ടും. മിച്ചം ഒരു 3ഉം വരും. 15 ഡിവൈഡഡ് ബൈ 4 ഗീവ്സ് കോഷ്യൻ്റ് 3 ആണ്. റിമൈൻഡർ 3 ആണ്. സോ 3 പേഴ്സൺ ഗെറ്റ് 4 ലിറ്റർ ഈച്ച് ആൻഡ് 3 ലിറ്റർ ഈസ് ലെഫ്റ്റ് ഓവർ. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ എല്ലാ കണക്കുകളും നമ്മൾ ഇട്ടിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്തിട്ടേക്കുന്ന കണക്കും എല്ലാ എക്സർസൈസ് ക്വസ്റ്റ്യൻ എല്ലാം ചെയ്തിട്ടുണ്ടോ നിങ്ങളെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത 9ാമത്തെ ചാപ്റ്റർ പഠിക്കാം. ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ. നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അതിനാണ് കമൻറ്റ് ബോക്സ് ഓൺ ആക്കിയിട്ടിരിക്കുന്നത്. നിങ്ങളുടെ കമൻറ്റ് കേൾക്കാനാണ് കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? സൗണ്ടിൽ ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട് കേട്ടോ, സോറി. കാരണം ഇതിനെയും തൊണ്ടയുടെ ഇത് മാറിയിട്ടാണെങ്കിലും കുറച്ചുകൂടെ നീണ്ടു പോകും നിങ്ങളെ. അതുകൊണ്ടാണ്. നമുക്ക് അടുത്ത ആഴ്ച എക്സാം അല്ലേ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.